അരിമാവും റവയും ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയാലോ. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു അര കപ്പ് വെള്ളം വെച്ച് കൊടുക്കാം. വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര കപ്പ് നമ്മൾ വെള്ളം എടുത്ത അതേ സെയിം അളവ് തന്നെ അര കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അളവ് രണ്ടും സെയിം തന്നെ ആയിരിക്കണം. അപ്പോൾ റവ ഇവിടെ കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഷുഗർ ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാര ഇട്ടതുകൊണ്ട് തന്നെ അതൊന്ന് ചെറുതായി മെൽറ്റായി വരുമ്പോൾ അതിൽ വീണ്ടും ജലാംശം വരുന്നതായിരിക്കും. പഞ്ചസാര ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പാനിൽ നിന്ന് വേർപെട്ട് വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. ആ രീതിയിൽ ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാനിൽ നിന്നൊക്കെ കറക്റ്റായി വേർപെട്ട് ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. തേങ്ങ കൂടെ ഒന്ന് ചൂടായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇപ്പോൾ ഇതല്ല, പാനിൽ നിന്ന് തീർത്തും വിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നും പിടിക്കാതെ കറക്റ്റായിട്ടൊരു പരുവത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനിടയിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പം നമ്മളിത് തയ്യാറാക്കാൻ ഇവിടെ എടുക്കുന്നത് കടലമാവോ മൈദമാവോ ഒന്നും തന്നെയല്ല. നമ്മുടെ സാധാരണ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാവ് തന്നെയാണ്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി. ഒരുപാട് ലൂസോ ഒരുപാട് ടൈറ്റോ പാടില്ല. ഈ ഒരു അളവിലായിരിക്കണം. ഇതിലാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിശ്രിതം ഒരു ചെറിയ ചെറിയ ബോളാക്കി ഒന്ന് ഉരുട്ടി മാറ്റി വയ്ക്കാം. ഈ രീതിയിൽ ഒരു ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം നല്ല റൗണ്ട് ഷേപ്പിൽ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ മാവിലൊന്ന് മുക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് ഒരു ഗോൾഡൻ കളറ് ആവുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പം നമ്മളുടെ വളരെ ചുരുങ്ങിയ ചേരുവകൾ കൊണ്ടുള്ള ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു തവണ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അവർ നിങ്ങളെ വിടില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, സീ യു.